ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പി ഭാസ്കരൻ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് പുസ്തകം പ്രകാശനം ചെയ്തു. പെൺപാട്ട് താരകൾ എന്ന പുസ്തകം VT മുരളി പുഷ്പവതിക്ക് നൽകി പ്രകാശനം ചെയ്തു. മാതൃഭൂമി ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച CS മീനാക്ഷിയുടെ പെൺപാട്ട് താരകൾ പുസ്തകം പ്രകാശനം ചെയ്തു. മാതൃഭൂമി ബുക്സും കോഴിക്കോട് സാംസ്കാരിക വേദിയും ചേർന്ന് സംഘടിപ്പിച്ച പി ഭാസ്കരൻ ജന്മശതാബ്ദി ആഘോഷ ചടങ്ങിനോടനുബന്ധിച്ചാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. VT മുരളി പി ഭാസ്കരൻ അനുസ്മരണവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു. മീനാക്ഷിയുടെ ആശയങ്ങളോട് അല്ലെങ്കിൽ നിരീക്ഷണങ്ങളോട് ഒക്കെ നമുക്ക് യോജിക്കാം. പക്ഷേ വിയോജിക്കണമെങ്കിൽ നമ്മൾ മീനാക്ഷിയോളം തന്നെ പഠിച്ചിരിക്കണം എന്ന് ഞാൻ എഴുതുകയുണ്ടായി. അപ്പൊ നേരെ അങ്ങോട്ട് നമുക്ക് വിയോജിക്കാൻ കഴിയില്ല. കാരണം ആ വിയോജിപ്പ് പറയണമെന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതിയാവും. കാരണം മീനാക്ഷി അത്രയും പണിയെടുത്തിട്ടുണ്ട് ഈ പുസ്തകത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊരു തുടക്കം, ഒരു വലിയ ചർച്ചയ്ക്ക് കേരളത്തിലെ പാട്ടുകളുടെ കേന്ദ്രീകരിച്ച് ഒരുപാട് പുസ്തകങ്ങൾ ഞാനും എഴുതിയിട്ടുണ്ട്. 14 പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. മലയാളത്തിലെ ഞാനിങ്ങനെ ഒരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്. പിൻപാട്ടിലെ പെൺപാട്ടുകാർ എന്നൊരു ലേഖനവും ഞാൻ എഴുതിയിട്ടുണ്ട്. പിൻപാട്ട് എന്ന് പറയുന്നത് ഞാൻ പിന്നണി സംഗീതം എന്നുള്ള ഒരു രീതിയിലാണ്. പിൻപാട്ടിലെ പെൺപാട്ടുകാർ എന്നൊരു ലേഖനവും ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ രീതിയിലുള്ള അപകർഷണപരമായ കാര്യങ്ങളായിരുന്നില്ല. കേരള സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷ പുഷ്പവതി പുസ്തകം ഏറ്റുവാങ്ങി. നടൻ VK ശ്രീരാമൻ മുഖ്യാതിഥിയായി. സാംസ്കാരിക വേദി പ്രസിഡന്റ് AK അബ്ദുൽ ഹക്കീം അധ്യക്ഷനായി. എഴുത്തുകാരൻ R ഷിജു പുസ്തകം പരിചയപ്പെടുത്തി. രചയിതാവ് CS മീനാക്ഷി, K നൌഷാദ്, M ലിജീഷ് കുമാർ, സംഗീത ജയ, KV ശശി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കഴിഞ്ഞ ദിവസം വിടവാങ്ങിയ തെങ്ങുംതറമ്മൽ ഉണ്ണികൃഷ്ണന്റെ വിയോഗത്തിൽ സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും